സിദ്ധിവിദ്യയുടെ ഫലങ്ങൾ പൂർണ്ണമായി നേടിയ ശേഷം ദുരിതമനുഭവിക്കുന്ന ലോകരോടുള്ള പരമകാരുണ്യം കൊണ്ട് തന്റെ സ്വപ്രയത്നത്താൽ എത്തിച്ചേർന്ന പരമോന്നത നിലയിൽ നിന്നും ഇറങ്ങി സാധാരണ ജനങ്ങളുമായി ഇടപഴകി അവർക്കിതിനെ പ്രചരിപ്പിക്കുകയും ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ജാതിമത ഭേദമന്യേ മിശ്രവിവാഹവും മിശ്രഭോജനവും നടത്തി മലബാറിലെ ജനങ്ങൾക്കിടയിൽ അതൊരു സാധാരണ സംഭവമാക്കി തീർന്നു. അദ്ദേഹം ഇത് സാധിച്ചെടുത്തത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല. കുറേശ്ശെയായി ദിവസങ്ങളും വർഷങ്ങളും എടുത്ത് ഏറെ പാടവത്തോടെ സ്ഥിരോത്സാഹത്തോടെ പ്രയത്നിച്ചാണ് അദ്ദേഹം എല്ലാം നടപ്പിലാക്കിയത്. റിപ്പോർട്ട് പ്രകാരം മലബാറിൽ ഒരു കൊല്ലം കൊണ്ട് 37 കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതിലും 3000 മിശ്രഭോജനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതേ കൊല്ലം തന്നെ 27 മിശ്രവിവാഹങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ജാതിമത സ്പർദ്ധതകൾ കൊടുപ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇതെല്ലാം നടപ്പിലാക്കിയത്. ജാതിമതസ്ഥാന ഭേദമന്യേ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ മനസ്സിലാക്കി ആളുകൾ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയും സിദ്ധവിദ്യ വാങ്ങുകയും ചെയ്തപ്പോൾ കൂട്ടായ ജീവിതത്തിൽ